ചക്കരേ എൻജോയിങ്. എവിടെ പോകാൻ പോണമ്മ? ഓഹോ, ഇതാണോ കാർഡ്? നോക്കട്ടെ. ഓ, ഇവാന്റെ ഫൺ കാർഡൊക്കെ ആയിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇതുവരെയായിട്ട് ഞങ്ങൾ ലീവ് കിട്ടിയിട്ട് ഒരിടത്തും ഇവാനിനെ കൊണ്ടുപോയിട്ടില്ല. ഭയങ്കര എക്സ്ട്രീം ഹ്യൂമിഡിറ്റിയാണ്. അപ്പോൾ ജസ്റ്റ് ഇൻഡോർ ആക്ടിവിറ്റി എവിടെയെങ്കിലും ഇങ്ങനെ ആൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വന്നു. ഞങ്ങളുടെ പണ്ട് ഒരു ഫൺ കാർഡ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവാനുവിനത് പ്ലേ ചെയ്യാം. അപ്പോൾ ആള് റെഡി ആയിട്ടിരിക്കുവാണ്. ഹാപ്പിയാണോ ചക്കരേ? അപ്പോൾ സോക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. Hello guys, today we're going to that fun card. Okay. Then we can enjoy. Okay. സംസാരിക്കും ഗൈസിനോട് സംസാരിക്കും. Hello guys, we're going to play some dice. Then meet the friends. Play some lolly. Okay, bye. ഖത്തറിലെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണിത്. ടോർച്ച് ടവർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളിവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്ത് ഇവാനു ഈ ഗൊണ്ടോലാനി എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നതും കാർഡിലുള്ളതും തമ്മിൽ ഇങ്ങനെ മാച്ച് ചെയ്ത് നോക്കുന്നുണ്ട് അവിടെ എത്തിയതിന് ശേഷം. പിന്നെ പതിയെ ഞങ്ങൾ മെയിൻ എൻട്രൻസിലൂടെ ഉള്ളിലോട്ട് പോയി. ഇവാനു മോള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ പോകുന്ന സ്ഥലങ്ങളും കാണുന്ന ഇടങ്ങളൊക്കെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ. ഇതിപ്പോൾ കാണുന്ന ഒരു ഐസ് അറീന എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഏരിയ ആണ്. അവിടെ സ്കേറ്റിംഗ് ഒക്കെ നടക്കാറുണ്ട്. ഞങ്ങൾ പോയ ആ സമയത്ത് അവിടെ ഐസ് ഹോക്കിയൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നിവാനു അങ്ങനെ നടന്ന് പതിയെ ഗൊണ്ടോലാനിയൻ്റെ മെയിൻ എൻട്രൻസിലെത്തി. ആൾ കയറി. കാർഡ് ഇനിയും ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഇതിന് മുമ്പ് വന്നപ്പം ഓൾറെഡി പൈസ എല്ലാം ഫിനിഷാക്കിയിട്ട് ആൾ പോയത്. എന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കും 10 റിയാലേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും കുറച്ച് പൈസ കൂടെ റീചാർജ് ചെയ്തു. ഇവാനുവിൻ്റെ ഒരു ഫേവറേറ്റ് റൈഡാണ് കറൂസൽ എന്നാണ് ഈ റൈഡിൻ്റെ പേര്. ഇവാൻ ഇതിനു മുമ്പ് കൊൽക്കത്തയിൽ പോയ സമയത്ത് അവിടെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഈ റൈഡ് റണ്ണിങ്ങിലാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇവാനിൻ്റെ ഊഴത്തിനായിട്ട്. ഇവാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഈ ഹോൾസിനോടൊപ്പം തന്നെ ഒരു ലൈനും അവിടെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവാന് പറഞ്ഞു, അമ്മ എനിക്ക് ലൈനിൽ കയറിയാൽ മതി. അപ്പം ആൾ ലൈനിൽ തന്നെയാണ് കയറി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ആ അമ്മയും അടുത്തിന് ഇപ്പുണ്ടായിരുന്നു കുറച്ച് സമയം. ചക്കരേ എൻജോയിങ്. മാക്സിമം 4-5 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അടുത്ത ഒരു പ്ലേ ഏരിയ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് നമ്മൾ നോക്കണത്, കാരണം ഓരോ റൈഡിനും മിനിമം 15-12 റിയാലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ നമുക്ക് ഏതാണ് ഇച്ചിരി കുറവുള്ള റൈഡ് നോക്കിയാണ് ആദ്യം പോയിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ഞാൻ ട്രൈ ചെയ്തത് ഒരു ബോട്ടിൻ്റെ ഷേപ്പിലിരിക്കുന്ന റൈഡാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇങ്ങനെ പോകും. ഇത് ഭയങ്കരമായിട്ട് ആൾ എൻജോയ് ചെയ്തു. ഭയങ്കര ഒരു ഹാപ്പി ആയിരുന്നു ഇതിന്. ഇത് എനിക്ക് തോന്നുന്നു ഒരു 7-8 മിനിറ്റോളം ഉണ്ടായിരുന്നത്. ആരും തന്നെ ഇല്ലായിരുന്നു, ഇവാന് മാത്രം തന്നെയായിരുന്നു. ഈ മക്കളുടെ സന്തോഷമൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം അതിനേക്കാളും വലിയ സന്തോഷം നമ്മുടെ ഉള്ളിലാണ്. മാതാപിതാക്കളെന്ന രീതിയിൽ അവരുടെ ഒരു ചെറിയ ചെറിയ സന്തോഷങ്ങളും അവരുടെ പുഞ്ചിരികളും കാണാൻ തന്നെ ഭയങ്കര ഒരു
കണ്ടിരിക്കാൻ വേണ്ടി തന്നെ വലിയ രസമാണ്. അപ്പോൾ ഈ റൈഡും കഴിഞ്ഞു. ഇവാനുമോളുടെ ആവേശം ഭയങ്കര ആവേശമായിരുന്നു. ആൾക്ക് ഓരോ റൈഡ് കഴിഞ്ഞ് അടുത്തതിലോട്ടൊക്കെ പോകുമ്പം ഭയങ്കര സന്തോഷമാണ്. ഇനി നെക്സ്റ്റ് അടുത്ത ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടിയാണ് അടുത്തതിലോട്ട് പോകുന്നത്. ഇതൊരു ചെറിയൊരു ബോട്ട് റൈഡിങ് പോലെയായിരുന്നു. അവിടെ വെള്ളത്തിൽ ഈ ആക്സിലേറ്റർ എന്തൊക്കെ ഉണ്ട്, പക്ഷേ ഇവാനൊന്നും പിടികിട്ടിയില്ല. ഇവാൻ ഇങ്ങനെ ഈ സ്റ്റിയറിങ് ഇങ്ങനെ വളച്ച് ഇങ്ങനെ ചുറ്റി കിടപ്പുണ്ടായിരുന്നു. ഇതിൽ പണി കിട്ടിയത് അവിടെ സഹായിക്കാൻ നിൽക്കുന്ന ചേട്ടനായിരുന്നു. ചേട്ടൻ കുറേ നേരം ഇവാനെ ഹെൽപ്പ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇവാനിങ്ങനെ റൗണ്ട് അടിച്ച് കിടക്കും. ആ ചേട്ടൻ പോയിട്ട് ഇങ്ങനെയല്ല കുട്ടി, അത് ആക്സിലേറ്റർ എടുത്ത് പതിയെ സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മെല്ലെ പോകുമെന്ന് പറയണമല്ലാതെ, പക്ഷേ ഇവാന് വീണ്ടും ട്രൈ ചെയ്യുന്നു, വീണ്ടും ഇത് റൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഇത് 4 ചുറ്റും ഇവാന് വന്ന സമയത്തും ഫുള്ള് റൗണ്ട് അടിക്കലായിരുന്നു. ഫുള്ള് റൗണ്ട് ചെയ്യണ്ട, സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക സ്റ്റിയറിങ്. ഇങ്ങനെ രീതിയിലുള്ള ഒരു ബോട്ട് റൈഡിങ് ഇവാനും ആദ്യമായിട്ടാണ് പോയത്. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട്. അപ്പോൾ ഇനി പതിയെ ഇടയ്ക്കിടയ്ക്കിങ്ങനെ പോകുമ്പോൾ ആൾക്കൊരു എക്സ്പീരിയൻസ് ആവും. പിന്നെ അവിടെ കുറേ നേരം ആളിങ്ങനെ ഇതിങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. ഈ ബോട്ട് റൈഡ് ഇത് കുറേ സമയം ഉണ്ടായിരുന്നു, ഒരു 7-8 മിനിറ്റോളം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നേരം ഈ വെള്ളത്തിൽ കിടന്നുള്ള റൗണ്ട് അടി ആയിരുന്നു. അവിടെ സഹായിക്കാൻ നിൽക്കുന്ന ചേട്ടൻ കുറേ നേരം ഇവനെ ഹെൽപ്പ് ചെയ്ത് ഇങ്ങനെ ജസ്റ്റ് സ്റ്റിയറിങ് ചെയ്ത് ഇങ്ങനെ മുമ്പോട്ട് പോകാനൊക്കെ ആൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ സൈഡിൽ നിന്നുകൊണ്ട് ഇടയ്ക്കിടെ ഞങ്ങൾ അടുത്ത് വരുമ്പോൾ പുഷ് ചെയ്തൊക്കെ ഉള്ളിലോട്ടൊക്കെ ഇട്ട് അങ്ങനെ ആളൊത്തിരി എൻജോയ് ചെയ്ത് ഈ ബോട്ട് റൈഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവാനുവിന് ഇതൊന്ന് കയറാൻ മനസ്സിലായിരുന്നു. നമുക്കിനി കണ്ടിന്യൂ പോകാനായിരുന്നു. ഇനി അടുത്തൊരു റൗണ്ടിൽ കയറി ഞാൻ ഇടയ്ക്ക് ബാലൻസും ചെക്ക് ചെയ്യുന്നുണ്ട്. എത്രയായി, ഇനി എത്ര ബാലൻസ് കിടക്കുന്നുണ്ടെന്ന്, ഇനി എത്ര റൈഡ് വരെ പോവാം എന്നിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് വാനുവിന് ഒട്ടും പിടുത്തമില്ലാത്തൊരു റൈഡിങ് ആയിരുന്നു. ആൾക്ക് ഇഷ്ടമില്ല. ഇവാന് കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത്. കാരണം വേറെ കുട്ടികളാരും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറേ നേരം അവിടെ ഇരുന്നായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം കുറേ കുട്ടികൾ വന്ന്, അപ്പോൾ അങ്ങനെ ആൾ സ്റ്റാർട്ട് ചെയ്ത്. ഇത് ആളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിനു മുമ്പ് ഈ ബമ്പർ കാറിൽ കയറിയിട്ടില്ല. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് +2 പഠിക്കുമ്പോൾ വീഗാലാൻഡിൽ പോയ സമയത്ത് ഇത് ഞാനും ഒന്ന് ട്രൈ ചെയ്തിരുന്നു. അന്ന് ലാസ്റ്റ് ആയിരുന്നു തോന്നുന്നു. അതിനുശേഷം ഇതൊരു ഈ സാധനത്തിലൊന്നും കയറിയിട്ടില്ല. പിന്നെ ഈ വാനുമോൾ അവിടെ കുറേ ഫ്രീ ആയിട്ടുള്ള ഏരിയയിലൊക്കെ കറങ്ങി കുറേ നേരം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സന്തോഷകരമായിട്ട് ഇന്നത്തെ ഈവനിങ് അവസാനിച്ചു. അപ്പോൾ താങ്ക് യു ഡിയേഴ്സ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ സന്ധിக்கலாம்.